ഡിയർ ഫ്രണ്ട്സ്, ഞാൻ തൗഫീഖ് തന്നല. മരണഭയത്തേക്കായും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് പബ്ലിക് സ്പീക്കിംഗ്. ഒരു 10 ആളുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തൻ്റെ ആശയം, തൻ്റെ അറിവുകൾ, തൻ്റെ എക്സ്പീരിയൻസ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് പല ആളുകളെക്കുറിച്ചും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സംസാരിക്കാൻ വേദിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ ഭയമായിരിക്കും, വിശപ്പ് തോന്നും, മാത്രമല്ല വാക്കുകൾ മുറിഞ്ഞു പോകും, സംസാരിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കിട്ടുകയില്ല, മുട്ടുകൾ തമ്മിൽ കൂട്ടിയിടുക, ഇങ്ങനെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു പുസ്തകം എടുത്തുകൊണ്ട് ആ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ ഉറക്കെ വായിച്ചുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് അത് വീണ്ടും കേൾക്കുക. ഇത് നിരന്തരമായിട്ട് നാം ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളൊരു ആത്മവിശ്വാസം കിട്ടും. മാത്രമല്ല, നമുക്ക് ഈ വാക്കുകൾ മുറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടാവുകയില്ല, നമുക്ക് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിയും. നമ്മൾ ഇന്ന് കാണുന്ന വലിയ വലിയ പബ്ലിക് സ്പീക്കേഴ്സും പ്രാസംഗികന്മാരൊക്കെ ഉടലെടുത്തത് അവർ ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല, അവരുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന വലിയ വലിയ പബ്ലിക് സ്പീക്കേഴ്സിൻ്റെ ജനനം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താണോ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്, ആ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന കാര്യത്തെ കണ്ണടച്ചും കൊണ്ട് നമ്മൾ ആ വേദിയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ണടച്ചും കൊണ്ട് ഒരു മനനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകും. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.